ജീവിതയാത്രയിൽ സ്വപ്നങ്ങളെയും ഉറ്റവരെയും തനിച്ചാക്കി അകാലത്തിൽ പൊലിഞ്ഞുപോയ കുവൈറ്റിലെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് WMF മലേഷ്യയുടെ ആദരാഞ്ജലികൾ. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടുകൂടി അച്ഛന്മാരാകുന്ന ചിലരുണ്ട്, പ്രത്യേകിച്ചും പ്രവാസ ലോകത്തിൽ. ഇത് അവരുടെ കൂടി കഥയാണ്. അവലംബം ശ്രീ വയലാർ രാമവർമ്മയുടെ ആത്മാവിലൊരു ചിത എന്ന കവിത. കടപ്പാട് സ്വപ്നങ്ങളുടെ പെട്ടികളുമായി പിറന്ന മണ്ണിന്റെ ഗന്ധവും പേറി ജീവിതം തള്ളി നീക്കുന്ന ഓരോ പ്രവാസി അച്ഛന്മാർക്കും, അവരെ കണ്ട് കൊതി തീരാതെ അവരുടെ വരവും കാത്തിരിക്കുന്ന അവരുടെ ഉറ്റവർക്കും മലയാളം മിഷൻ മലേഷ്യ അവതരിപ്പിക്കുന്നു നുറുങ്ങുവെട്ടം. നീതു, നീ എന്തായി കാട്ടണേ? സ്കൂളിൽ പോവാൻ സമയായി. അച്ഛന്റെ ഉടുപ്പും തോർത്തും എടുത്ത് രാവിലെ മുതൽ നടക്കുകയാണ്. എനിക്ക് വയ്യതിനെ കൊണ്ട് ഒരു വകയും പറഞ്ഞാലും കേൾക്കില്ല. അച്ഛന്റെ അതേ സ്വഭാവം. ഇന്നിങ്ങ് വരട്ടെ, നിന്റെ എല്ലാ തോന്നിയാസങ്ങളും അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മേ, ഇത് കണ്ടോ? ഈ ഉടുപ്പൊന്ന് മണത്ത് നോക്കിയേ, അച്ഛന്റെ അതേ മണം. നീ അതവിടെ വച്ചിട്ട് സ്കൂളിൽ പോവാൻ ഒരുങ്ങുന്നുണ്ടോ? നീതു, സമയായിന്ന്. ഇപ്പൊ സ്കൂൾ ബസ് വരും. എന്റെ ഈശ്വരാ, ഈ കുട്ടിയെ കൊണ്ട് തോറ്റു. ഹലോ ഏട്ടാ, എല്ലാം റെഡിയായോ? ഇവിടെ ഇന്ന് രാവിലെ മുതൽ നീതു സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് കറങ്ങി കറങ്ങി നടപ്പാണ്. ഏട്ടന്റെ സകല ഐറ്റവും മേശപ്പുറത്തുണ്ട്. എല്ലാം വലിച്ചു വാരിയിടും. പിന്നെ അത് എടുത്തു വെക്കാൻ ഞാൻ ഓടണം. ഇവിടുത്തെ പണിയും ഇവളുടെ കുരുത്തക്കേടും കൂടെ ആവുമ്പോ എല്ലാം പൂർത്തിയായി. ഞാൻ മടുത്തു. ഇനി ഏട്ടനൊന്ന് എത്തിയിട്ട് വേണം ഇവളെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. ഞാൻ പറഞ്ഞ ഒന്നും ഇനി കേൾക്കുന്നു തോന്നണില്ല. എന്റെ ദേവൂട്ടി, എന്തോ ചോദ്യമാണ് നീ ചോദിക്കുന്നത്? പാക്ക് ചെയ്തോന്നോ? ബാഗ് പാക്ക് ചെയ്തിട്ട് ഇന്ന് ഒരാഴ്ചയാകുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളാ ഞാൻ കാത്തിരിക്കുന്നത് എന്ന് നിനക്കറിയാമോ? പിന്നെ ഇന്നുകൂടി ഓഫീസിൽ പോകണമടോ. കുറച്ച് പണി കൂടിയുണ്ട്. അത് തീർത്തിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. ദേവു, പിന്നെ എനിക്ക് കാണാൻ കൊതിയായി കേട്ടോ. നിന്നെയല്ല, നമ്മുടെ പൊന്നിനെ. അവളെന്തിയേ? നീ അവൾക്ക് ഫോണൊന്ന് കൊടുത്തേ. മോളേ. ഹലോ അച്ഛാ, അച്ഛനെ എപ്പോഴാ വരണേ? അച്ഛൻ ഇന്ന് വരും മോളെ. മോക്കെന്താ മടി സ്കൂളിൽ പോവാൻ? അമ്മ പറഞ്ഞല്ലോ നിനക്ക് ഭയങ്കര മടിയാണെന്ന്. അതൊന്നും പറ്റില്ല കേട്ടോ, നമുക്ക് പഠിച്ച് മിടുക്കിയാവണ്ടേ. മോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്ന് വൈകിട്ട് വരുമ്പോൾ മോൾക്ക് തരാൻ അച്ഛന്റെ പെട്ടിയിൽ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ടല്ലോ. പറയച്ചാ, പറ അച്ഛാ. അതൊക്കെ സർപ്രൈസ് അല്ലേ മോളെ, പിന്നെങ്ങനെയാ അച്ഛൻ അത് പറയുക? മോളിപ്പോ നല്ല മിടുക്കിയായിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അമ്മ പറയുന്നതൊക്കെ കേട്ട് സ്കൂളിൽ പോകണം കേട്ടോ. ശരി അച്ഛാ, വൈകിട്ട് കാണാട്ടോ. അച്ഛാ, സ്നേഹയ്ക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അച്ഛന്റെ പെട്ടിയുടെ ടാഗ് പൊട്ടിക്കാനുള്ള അവകാശം എനിക്കാന്നറിയാലോ. അതുകൊണ്ട് ഞാൻ വരണ വരെ പെട്ടിയൊന്നും തുറക്കാൻ പാടില്ല. പ്രോമിസ്? പ്രോമിസ് മോളെ. മോള് പറഞ്ഞതെല്ലാം ഉണ്ട് കേട്ടോ, ഒന്നും മറന്നിട്ടില്ല. മോൾ അമ്മയ്ക്ക് ഫോണൊന്ന് പെട്ടെന്ന് കൊടുത്തേ. എന്റെ ദേവു, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഓഫീസ് പോകാനുള്ള വണ്ടി വന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ലഗേജുമായിട്ട് അങ്ങ് ഇറങ്ങുക. അപ്പൊ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് അങ്ങ് പോവാമല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനിയും എയർപോർട്ടിൽ ചെന്നിട്ട് വിളിക്കാം. പിന്നെ നിന്നെയും കാണാൻ എനിക്ക് കൊതിയുണ്ട്. എന്തായാലും ശരി, ഞാൻ ഇറങ്ങുവാണേ. അതെ, വണ്ടി വന്ന് ഹോൺ അടിക്കുന്നു, ഞാൻ ഇറങ്ങുവാ. ശരി ഏട്ടാ.
സംഗീത്. ഒരു അടിപൊളി വാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നീതുവിന്റെ അച്ഛൻ വരുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് നീതുവിനെ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് സെറ്റാക്കാം. അവിടെ പോയി ഇരിക്കടാ, അവന്റെ ഒരു വ്ലോഗ്. നീ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. നാളെ നീ ചോക്ലേറ്റ് കൊണ്ടുവരണേ. അതൊക്കെ ഞാൻ ഏറ്റെടി, എല്ലാം സെറ്റാണ്. എടി, ഹിസ്റ്ററി അസസ്മെന്റ് എഴുതിയാ? അത് ഞാൻ ഇന്നലെ വെച്ചല്ലോ. നീ ഇത് ഇതുവരെ സബ്മിറ്റ് ചെയ്തില്ലേ? അത് കുഴപ്പമില്ല, സ്നേഹമുണ്ടല്ലോ, അവളുടെ മേടിച്ച് ചെയ്താ. ഒന്നിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിയാൽ മതി. നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റിന് റിലേ കിട്ടാത്ത നമ്മുടെയൊക്കെ ഭാഗ്യം. വേറെ വല്ല ടീച്ചർമാരും ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ. എടി നീതു, ഇന്നലെ ഇല്ലേ ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ ദേ വൈകിട്ട് ഓട്ടം പോയി വന്നേക്കണ്. കയ്യിലാണേലും ഒരു പൊതിയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ തെക്കേലെ ദാമോദരേട്ടന്റെ കടയിലെ നല്ല ചൂട് പരിപ്പാട. എന്റെ മോളെ, എന്താ ടേസ്റ്റ്! നിനക്ക് എന്ത് സുഖാടി. അച്ഛൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ ദിവസവും കാണാം. ഓട്ടോയിൽ കറങ്ങാൻ കൊണ്ടുപോകും. അച്ഛൻ്റെ കൂടെ എവിടെ വേണേലും നിനക്ക് പോവാം. അത് ശരിയാ. പക്ഷെ നിന്നെ പോലെ ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു തരാൻ എന്റെ അച്ഛനെ കൊണ്ട് പറ്റില്ലല്ലോ. ഓട്ടോക്കെ ഇപ്പൊ കുറവാണെന്ന് അച്ഛൻ എപ്പോഴും പറയണ കേക്കാം. എല്ലാവർക്കും ഇപ്പൊ സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങിക്കണില്ലേ? അപ്പൊ പിന്നെ ആരാ ഓട്ടോ വിളിക്കണേ? അതും ശരിയാ. ഇന്നലെ തന്നെ അമ്മ കുടുംബശ്രീയിലെ ചിട്ടിക്ക് കൊടുക്കാൻ കാശ് ചോദിച്ചപ്പോ അച്ഛന്റെ കയ്യിലില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ എന്റെ കാര്യം ഭേദാ. നിങ്ങളുടെയൊക്കെ ഒരു കാര്യം, ഇതൊക്കെ എന്ത്? എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നെ നോക്ക്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ജോഷായിട്ടിരിക്കണം. വെരി സോറി ഗേൾസ്. നിഷ ടീച്ചറുടെ ഓൾജബ്ര ഒഴിച്ചാൽ വിനീതിന്റെ ജീവിതം ഹാപ്പി. ഡേ, ഹോംവർക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്ന് സഹായിക്കടേ. ഷെടാ, ഇതിപ്പോ നജീബ് ചെന്ന് ഹക്കീമിനോട് വിഷമം പറയുന്ന പോലെ ആയല്ലോ. നിന്നെ കൊണ്ടൊക്കെ എന്തേലും ഉപകാരം ഉണ്ടോടെ? ഡേ റൊണാൾഡോ, വല്ല ചാൻസും ഉണ്ടോടെ? യൂറോ കപ്പ് കഴിഞ്ഞതോടെ അവന്റെ കാര്യത്തിനൊരു തീരുമാനമായി. പിന്നെ നിന്റെ മെസ്സി അങ്ങ് മലർത്തുമല്ലേ. ഫൈനലിൽ മാർട്ടീനസ് ഉള്ള കാരണം ഞെളിഞ്ഞു നിൽക്കാം. നാണമില്ലല്ലോടെ. ഇതൊക്കെ നമ്മുടെ ഹാലൻഡ്. ഞങ്ങൾക്ക് കപ്പിൽ വിശ്വാസമൊന്നും ഇല്ലടേ. ഗൈസ്, ഇന്നത്തെ ഫസ്റ്റ് പീരീഡ് ടീച്ചർ ലീവാണെന്ന സന്തോഷ വാർത്ത ഞങ്ങളെ ചാരന്മാർ അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് പതുക്കെ അറ്റൻഡൻസ് എടുക്കാം. അനഘ, അപർണ, ഹിരൺ, നീതു, നേഹ, നീരജ്, സ്നേഹ, സംഗീത്, വിനീത്, വിപിൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഓർമ്മയുടെ ജാലകങ്ങൾ എന്ന യാത്രാ വിവരണമാണ്. നിങ്ങളിൽ എല്ലാവരും തന്നെ യാത്ര പോയിട്ടുള്ളവരല്ലേ? അനഘ, എവിടെയാണ് പോയിട്ടുള്ളത്? കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ വാഗമണിൽ പോയി ടീച്ചർ. അതെ, നമ്മളൊക്കെ പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോയിട്ടുള്ളവരാണ് അല്ലേ? എല്ലാ യാത്രകളും അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആവണമെന്നില്ല. ചിലത് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കോ വ്യക്തികളുടെ അടുത്തേക്കോ ഒക്കെ ആവാം. ഓരോ യാത്രകളും നമുക്ക് മുൻപില്ലാത്ത അനുഭവങ്ങളാണ് പകർന്നു നൽകുന്നത്. നീതു ശങ്കർ, ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് ചെല്ലൂ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് എല്ലാരും പഠിച്ചിട്ടേ വരാവൂ.
നാളെ ഞാൻ ചോദ്യം ചോദിക്കും. ആ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മുത്തശ്ശനുള്ള സ്വെറ്ററിന്റെ കാര്യമൊക്കെ അച്ഛനെ തന്നെ വിളിച്ചപ്പോ പറയണ കേട്ടു. അച്ഛനിപ്പോ വരുമല്ലോ. അമ്മ എന്താ വല്ലാണ്ടിരിക്കണേ? എന്തു പറ്റി അമ്മയ്ക്ക്? തലവേദനയാണോ? ഒന്ന് പറയമ്മേ. ദേ നീതൊരു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് അച്ഛന്റെ പെട്ടിയാണല്ലോ. നീതു വരണേന് മുന്നേ അച്ഛൻ വന്നു അല്ലേ? എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ നീതുവിനോട്. അച്ഛാ അച്ഛാ അച്ഛന്റെ നീതു വന്നു. അച്ഛൻ എവിടെയാ അമ്മേ? കാണണില്ലല്ലോ. അച്ഛൻ പോയി മോളെ. ദുരന്തത്തിൽ മരിച്ച ഭാരതീയരിൽ 31 പേരുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. കൊച്ചി വിമാനത്താവളത്തിൽ പൊതുദർശനമടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിവിധ ജില്ലകളിലെ വീടുകളിലേക്ക് ഉടനെത്തിക്കും. ദുരന്തത്തിൽ മരിച്ച 45 ഭാരതീയരുടെ മൃതദേഹങ്ങളുമായാണ് വിമാനം രാവിലെ 10:30 വ്യോമസേന വിമാനം കൊച്ചിയിലെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമാ. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി. ഹലോ അച്ഛാ, ഇതച്ഛന്റെ നീതുവാ. ഇവിടെ എന്താ അച്ഛാ നടക്കണേ? നീതുവിനൊന്നും മനസ്സിലാവണില്ലല്ലോ. ഹലോ, ഇത് നീതുമോളല്ലേ? മോളെ, ഇത് അച്ഛന്റെ കൂട്ടുകാരനാട്ടോ. മോളുടെ അച്ഛൻ എങ്ങും പോയിട്ടില്ല. മോളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അച്ഛന്റെ സ്ഥാനത്ത് ഇനി ഞങ്ങളൊക്കെ ഉണ്ട് മോളുടെ കൂടെ. മോളുടെ അച്ഛൻ ഞങ്ങളോടൊക്കെ പറഞ്ഞ് നീതുമോൾ ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയായി. മോളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇനി ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നീതുമോൾക്ക് ഇഷ്ടമുള്ള ബാർബിയുടെ പെൻസിൽ പൗച്ചും ടോബ്ലർ 1 ചോക്ലേറ്റുകളും ഒക്കെ ഇനിയും അച്ഛന്റെ പേരുള്ള പെട്ടികളിൽ തന്നെ മോളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. മോളൊന്നുകൊണ്ടും വിഷമിക്കരുത് കേട്ടോ. ഞങ്ങളൊക്കെ മോളുടെ കൂടെ എന്നും ഉണ്ടാവും. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമാ. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി. ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ?
ഉറ്റവർക്കും അവരുടെ സ്വപ്നങ്ങൾക്കുമായി വിവിധ നാടുകളിൽ വെന്തുരുകുന്ന എല്ലാ അച്ഛന്മാർക്കും, അവരെ നെഞ്ചിലേറ്റി നൊന്തുരുകുന്ന അവരുടെ കുടുംബങ്ങൾക്കും മലയാള മിഷൻ മലേഷ്യയുടെ സ്നേഹസമർപ്പണം.